പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഈ വർഷം ജോൺസിന നടത്തിയ ഒരു മേജർ അനൗൺസ്മെൻ്റ് ആയിരുന്നു. ജോൺസിനയുടെ പേരിൽ ജോൺസിന ക്ലാസിക് എന്ന് പറയുന്ന ടൂർണമെൻറ്റ് നടക്കുമെന്നുള്ളത്. എന്നാൽ ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഈ ടൂർണമെൻറ്റ് എന്നാണ് നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ജോൺസിന കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം WWE തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ടൂർണമെൻറ്റിനെ സംബന്ധിച്ച് യാതൊരുവിധ അപ്ഡേറ്റും നൽകിയിട്ടുണ്ടായിരുന്നില്ല. നിലവിൽ PW ഇൻസൈഡർ എന്ന് പറയുന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജോൺസിനയുടെ ഈ ജോൺസിന ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂർണമെൻറ്റ് ഈ വർഷം 2026 അവസാനത്തിലായിരിക്കും നടത്താൻ പോകുന്നത്. അതായത് ജോൺസിന അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ റെസ്ലിംഗ് കരിയറിന് വിരാമം വിട്ട അതിൻ്റെ ഒരു ആനിവേഴ്സറി ആയിട്ടായിരിക്കും ഈ ഒരു ടൂർണമെൻറ്റ് നടത്താൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ജോൺസിന പറഞ്ഞ ടൂർണമെൻറ്റ് അത് നടക്കും. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടൂർണമെൻറ്റ് ഡിസിഷൻസ് ടൂർണമെൻറ്റ് നടത്തണോ നടത്തണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ടൂർണമെൻറ്റ് നടത്തും. അത് മെയിൻ റോസ്റ്റർ റെസ്ലേഴ്സിനെയും NXT റെസ്ലേഴ്സിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രാൻഡ് ടൂർണമെൻ്റ് ആയിട്ടായിരിക്കും നടത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് മാറ്റ് കാർഡോണ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു അപ്ഡേറ്റ് ആണ്. മാറ്റ് കാർഡോണ അഥവാ സാക്ക് റൈഡർ 2026 WWEയിലേക്ക് ഒരു റിട്ടേൺ നടത്തിയത്. നീണ്ട കുറേയധികം വർഷങ്ങൾക്ക് ശേഷമുള്ള സാക്ക് റൈഡറിൻ്റെ WWE റിട്ടേൺ കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് സാക്ക് റൈഡർ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ തന്നെയായിരിക്കും താരം ഇനി അങ്ങോട്ട് ആക്റ്റീവ് ആകുക എന്നാണ്. അപ്രതീക്ഷിതമെന്നോണം മാറ്റ് കാർഡോണ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന ആ ക്യാരക്ടറും ആ ഒരു രീതിയിൽ തന്നെ അദ്ദേഹത്തെ സ്മാക്ഡൗണിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ക്രിയേറ്റീവ് ടീമിനൊരു പ്ലാൻ ഉണ്ടായിരുന്നത് സാക്ക് റൈഡർ എന്ന് പറയുന്ന മുൻപത്തെ കഥാപാത്ര രീതിയിൽ തന്നെ മാറ്റ് കാർഡോണയെ പ്രസൻറ്റ് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു. പക്ഷേ ക്രിയേറ്റീവ് ടീം തന്നെ ആ ഒരു നിലപാടിൽ നിന്ന് വ്യത്യാസം വരുത്തി മാറ്റ് കാർഡോണ എന്ന ഇപ്പോഴത്തെ കഥാപാത്രം മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അത് താരത്തിന് കുറച്ചും കൂടി അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ക്യാരക്ടറിൽ കുറച്ചും കൂടി സീരിയസ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്ത് ചെയ്തിട്ടും അദ്ദേഹത്തിന് ആ മിഡ് കാർഡ് ലെവലിൽ പോലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ക്രിയേറ്റീവ് ടീം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. മൂന്നാമത്തെ അപ്ഡേറ്റ്, കഴിഞ്ഞ ആഴ്ച ഞാനൊരു അപ്ഡേറ്റ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. റിച്ചാർഡ് ഹോളിഡേ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിലേക്ക് വർക്ക് ചെയ്യുന്ന റെസ്ലറിനെ WWE കോൺട്രാക്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ അതിനുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്നു. റിച്ചാർഡ് ഹോളിഡേ ഉടനെ തന്നെ NXT ബ്രാൻഡിൽ ജോയിൻ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അന്ന് നമ്മുടെ മുന്നിലൊരു സംശയം ഉണ്ടായിരുന്നത് മെയിൻ റോസ്റ്ററിലേക്കായിരിക്കുമോ NXTയിലേക്കായിരിക്കുമോ താരം വരിക എന്നാണ്. അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. PW ഇൻസൈഡർ നിലവിൽ റിപ്പോർട്ട് ചെയ്തത് റിച്ചാർഡ് ഹോളിഡേ NXT എന്ന ഡെവലപ്മെൻറ്റ് ടെറിട്ടറിയിലേക്കായിരിക്കും ആദ്യം കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക എന്നാണ്. മികച്ച രീതിയിൽ ഒരു കഥാപാത്രം കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പ്രൊഫഷണൽ റെസ്ലിംഗ് കൂടിയാണ് റിച്ചാർഡ് ഹോളിഡേ. നാലാമത്തെ അപ്ഡേറ്റ് TNA റെസ്ലിംഗിൻ്റെ മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ മൈക്ക് സാന്റനയെ കുറിച്ചിട്ടാണ്. TNA റെസ്ലിംഗുമായിട്ടുള്ള എല്ലാവിധ ബന്ധങ്ങളും അവസാനിപ്പിച്ച മൈക്ക് സാന്റനയുടെ നെക്സ്റ്റ് കരിയറിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് WWEയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി എന്നാണ് WWEയിലേക്ക് മൈക്ക് സാന്റന എന്ന് പറയുന്ന TNA റെസ്ലിംഗിൻ്റെ മുൻ വേൾഡ് ചാമ്പ്യൻ എത്തുക എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കുന്നത്. NXT ബ്രാൻഡിലേക്കായിരിക്കും മൈക്ക് സാന്റന വരിക എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഒന്നെങ്കിൽ ജൂലൈ മാസത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനം, ഈ 2 മാസങ്ങളുടെ ഒരു ഭാഗത്തിലാണ് മൈക്ക് സാന്റനയെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ജൂലൈ, ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കം, ഈ സമ്മർ ടൈം അവസാനിക്കുന്ന ഒരു സമയത്തായിരിക്കും മൈക്ക് സാന്റന WWE ഭാഗമാകുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. NXTയിലേക്ക് എത്തി ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മെയിൻ റോസ്റ്ററിലേക്ക് മൈക്ക് സാന്റന വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും ഇപ്പോൾ ഒരു റൂമർ പോലെ കേൾക്കുന്നുണ്ട്. അഞ്ചാമത്തെ അപ്ഡേറ്റ്, AEWൻ്റെ ഈ വർഷത്തിലെ സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന ഓൾ ഔട്ട് എന്ന് പറയുന്ന പേപ്പർ-വ്യൂവിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി WWE വേൾഡ്സ് കൊളൈഡ് എന്ന് പറയുന്ന ഒരു പേപ്പർ വ്യൂ നിലവിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. NXT ബ്രാൻഡും AAAയും ഒരുമിച്ച് നടത്തുന്ന ഈ വേൾഡ്സ് കൊളൈഡ് ഒരേ ഡേറ്റിൽ കൺഫേം ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഒരേ സ്ഥലത്ത് വെച്ചിട്ടാണ് നടത്താൻ പോകുന്നത് എന്നുള്ളതും ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഷിക്കാഗോ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇരു കമ്പനികളും അവരുടെ ഏറ്റവും മികച്ച പേപ്പർ വ്യൂ നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം. അതും അടുത്തടുത്തുള്ള 2 എറീനകളിൽ തന്നെ, അതും വലിയ വലിയ എറീനകളാണ്. അടുത്തടുത്തുള്ള 2 എറീനകളെ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ AEWനും WWEനും ഇടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് ഓൾ ഔട്ട് എന്ന് പറയുന്ന പേപ്പർ വ്യൂവിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് വേൾഡ്സ് കൊളൈഡ് എന്ന് പറയുന്ന പേപ്പർ വ്യൂ WWE കൺഫേം ചെയ്തിട്ടുള്ളത്.
ആറാമത്തെ അപ്ഡേറ്റ് WWE ഹോൾ ഓഫ് ഫെയിമർ ആയ നിക്കി ബെല്ല എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. റെസൽമീനിയ 42-ൽ നിക്കി ബെല്ല യഥാർത്ഥത്തിൽ ഒരു മത്സരത്തിന് ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ താരത്തിന് അതിനു മുൻപ് സംഭവിച്ച കാലിൻ്റെ ഒരു ഇഞ്ചുറി കാരണം നിക്കി ബെല്ലയ്ക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. പകരം ആ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പേജ് വരുന്നു. പേജ് ബ്രീ ബെല്ലയും എത്തിയിട്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത് നിക്കി ബെല്ലയുടെ പരിക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. താരത്തെ തിരികെ കൊണ്ടുവരാനുള്ള ഡിസ്കഷൻസ് ക്രിയേറ്റീവ് ടീമിനിടയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ആർക്കെതിരെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും നമുക്കൊരു സൂചന ലഭിച്ചിട്ടില്ല. സമ്മർ സ്ലാമിൽ നിക്കി ബെല്ലയ്ക്ക് മത്സരം ഉണ്ടായിരിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല. പക്ഷേ ക്രിയേറ്റീവ് ടീം നിക്കി ബെല്ലയുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ലൈനുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു റൂമറാണ് ലഭിക്കുന്നത്. ഏഴാമത്തെ അപ്ഡേറ്റ് സമ്മർ സ്ലാമിലേക്ക് ഇനി അടുത്തതായിട്ട് കൺഫേം ചെയ്യാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, ഒരു മാച്ചിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക്ക് ഓൾഡിസും ഗുന്തറും തമ്മിലുള്ള മത്സരമായിരിക്കുമെന്നാണ് PW ഇൻസൈഡർ നിലവിൽ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നിക്ക് ഓൾഡിസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടുള്ള ഒരു WWE ഡെബ്യൂ നടത്താൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ബോർ മാച്ചൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു പെർഫോമൻസ് തന്നെ ഗുന്തറിൻ്റെ ഭാഗത്തു നിന്നും നിക്ക് ഓൾഡിസിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. കാരണം TNA റെസ്ലിംഗിൻ്റെ മുൻ വേൾഡ് ചാമ്പ്യനാണ് നിക്ക് ഓൾഡിസ്. TNA റെസ്ലിംഗിൻ്റെ മാത്രമല്ല NWA എന്ന് പറയുന്ന ലോക പ്രശസ്തമായ റെസ്ലിംഗ് കമ്പനിയുടെയും ഒരു വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു. അപ്പോൾ വലിയൊരു അച്ചീവ്മെൻറ്റ് ഹിസ്റ്ററി തന്നെ നിക്ക് ഓൾഡിസിന് ഉണ്ട്. നല്ല കിടിലൻ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന റെസ്ലറാണ്. പക്ഷേ WWE റിംഗിൽ ആദ്യമായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മത്സരം മിക്കവാറും ഈ സ്മാക്ഡൗൺ എപ്പിസോഡിലോ അല്ലെങ്കിൽ ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെയോ കൺഫേം ചെയ്തേക്കാം. എട്ടാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് റാൻഡി ഓർട്ടൺ എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. റാൻഡി ഓർട്ടൻ്റെ റിട്ടേണിനുള്ള സാധ്യതകളെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു വാർത്തയാണ് നിലവിൽ റെസ്ലി വേർഡ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 2 ദിവസമായിട്ട് ഇപ്പോൾ ഇതാ ഫനാറ്റിക്സ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഇപ്പോൾ WWE റിലേറ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയിൽ നടക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ന്യൂയോർക്കിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, സ്മാക്ഡൗൺ എപ്പിസോഡ് നാളെ നടക്കാൻ പോകുന്നത് ന്യൂയോർക്കിൽ വെച്ചിട്ടാണ്. അതിനുശേഷം പിറ്റേ ദിവസത്തെ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയും നടക്കുന്നത് ന്യൂയോർക്കിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഷോയിലേക്ക് റാൻഡി ഓർട്ടനെ അവർ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫനാറ്റിക് ഫെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫാൻ ഇവൻറ്റിലേക്ക്. എന്നാൽ പിന്നീട് അത് പുൾ ഔട്ട് ചെയ്തു. അതായത് റാൻഡി ഓർട്ടൻ്റെ ആ ഒരു ഭാഗം, ഈ മീറ്റ് ആൻഡ് ഗ്രീറ്റ് അവർ ഒഴിവാക്കി. എന്നാലും റാൻഡി ഓർട്ടൻ ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നാളത്തെ സ്മാക്ഡൗണിലോ അത് കഴിഞ്ഞിട്ടുള്ള സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലോ റാൻഡി ഓർട്ടൻ്റെ ഒരു അപ്പിയറൻസിന് സാധ്യത ഉണ്ടെന്ന് അർത്ഥം. റാൻഡി ഓർട്ടൻ വരികയാണെങ്കിൽ കോഡി റോഡ്സിനെതിരെ ഓൾറെഡി അവർ എൻഡ് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുള്ള ആ സ്റ്റോറി പുനരാരംഭിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആണ്. അതിപ്പോൾ ഓൾറെഡി പങ്ക് വേഴ്സസ് കോഡി തമ്മിലുള്ള മത്സരത്തിലേക്ക് സമ്മർ സ്ലാമിൽ അനൗൺസ് ചെയ്തതിലേക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വന്ന് റാൻഡി ഓർട്ടനെയും കൂടി ആഡ് ചെയ്ത് അതൊരു ട്രിപ്പിൾ ടെറ്റ് ആക്കി മാറ്റിയാലും നമ്മൾക്കതിലൊരു തെറ്റ് പറയാൻ സാധിക്കില്ല. അപ്പോൾ സാധ്യതകൾ വിദൂരമല്ല, സാധ്യതകൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ റാൻഡി ഓർട്ടൻ്റെ റിട്ടേൺ വൈകാതെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെയോ അല്ലെങ്കിൽ ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻറ്റിലൂടെയോ കാണാൻ സാധിച്ചേക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.